Hey guys, this is my first part of our daily blog. ഇത് എൻ്റെ ഫുഡ് കാർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇവിടെ ഒന്ന് കുറച്ച് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിൽ കുറച്ച് ചെയ്യാനുണ്ട്. ഇത്രയും കംപ്ലീറ്റ് ആയി. ഇനി ഈ ടയറിൻ്റെ മുകളിലുള്ള മഡ് ഗാർഡ് പോലെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇനി ഒരു കട്ടിങ് കൊടുക്കാനുണ്ടല്ലോ, എന്നിട്ട് ടയർ മൂട്ടുമല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കണം. ഇങ്ങനെ പണികൾ തീർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡൊക്കെ ഞാൻ വളച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലേക്ക് അത്ര അങ്ങോട്ട് നന്നായിട്ടില്ല. പക്ഷേ അപ്പുറത്തെ സൈഡ് കറക്റ്റായിട്ട് വളഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് കുറച്ച് മല്ല് പിടിച്ചിട്ടാണ് വളച്ചത് തന്നെ. ഈ സൈഡാണ് ഞാൻ പറഞ്ഞത്. ഈ സൈഡിൽ നിന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇതൊരു ഷീറ്റ് ഇനി ഒരെണ്ണം കൂടി 2-3 കൂടി എടുക്കണം. ഇനി അടിഭാഗവും ഈ സൈഡും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇതിൻ്റെ മുകളിൽ കുറച്ച് പ്രശ്നങ്ങൾ. മുകളിൽ കാക്കയൊക്കെ കാഷ്ടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് സീനായിട്ട് ഇരിപ്പുണ്ട്. അതൊക്കെ ഇനി പെയിൻ്റ് അടിക്കുമ്പോൾ ഇനി മാറ്റണം. ഡോറ് ഇങ്ങനെ ഒറ്റ സൈഡിലേക്ക് തുറക്കാൻ പറ്റിയ 1 ഡോറ് ഇതിങ്ങനെ ഞാൻ അടച്ചിട്ടാണ്. കാരണം ഇനിയിപ്പോൾ പുറത്തേക്ക് കടന്ന് അലമ്പാവണ്ട. ഇങ്ങനെയാണ് ഉൾവശപ്പ് ഇരിക്കുന്നത്. അടിഭാഗത്ത് ഷീറ്റൊന്നും ഇട്ടിട്ടില്ല. അത് ഇനിയിപ്പോൾ മറ്റേ ഫ്ലോറിങ് ഷീറ്റ് അടിച്ചിട്ട് ഇടണം. ഫ്ലോറിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതും ജിയുടെ തന്നെ വെൽഡ് ചെയ്യാൻ പാകത്തിനുള്ളത്. ഈ സൈഡാണ് ഞാൻ പറഞ്ഞത്. വളയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിൻ്റെ ഡയമെൻഷൻസൊക്കെ കുറച്ച് വ്യത്യാസം വരുമല്ലോ ചെയ്തു വരുമ്പോൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇവിടെയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് മറ്റേ വെള്ളം ഇറങ്ങാണ്ടിരിക്കാനായിട്ട് പശ പോലത്തെ സംഭവമുണ്ട്, മറ്റേ സിലിക്കോൺ. അത് പിടിപ്പിക്കണം. സിലിക്കോൺ തേച്ച് കൊടുക്കണം. ഇതാണ് പുറത്തേക്ക് തുറക്കണ ഡോറ്. എന്നിട്ട് അതിവിടെ ഈ സൈഡ് ചെറിയ സ്റ്റക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത് തുറക്കാത്തത്. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ തുറക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മറ്റേ ഹൈഡ്രോളിക് പിസ്റ്റൺ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കാറിൻ്റെ ഡിക്കിയിലൊക്കെ വയ്ക്കുന്നത്, ഈ തന്നെ തുറക്കാനായിട്ട് അതും വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ഇത്രയായി ഇരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണം ബാക്കി പരിപാടികൾ തുടങ്ങാനായിട്ട്, ഫുഡിൻ്റെ പരിപാടികൾ തുടങ്ങാൻ. അപ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ ബാക്കിയുള്ള മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കോഴികളെന്നത്. കോഴികൾക്ക് ഇപ്പോൾ തീറ്റ കാലത്ത് കൊടുത്തു, ഉച്ചയ്ക്ക് ഇപ്പോൾ കൊടുത്ത്. ഇപ്പോൾ ഇതിനെ പുറത്തേക്ക് അഴിച്ചു വിടുന്നില്ല. കാരണം ഇവിടെ പട്ടി ശല്യമൊക്കെ കുറേ കൂടുതലുണ്ട്. പുറത്തേക്ക് അഴിച്ചു വിട്ട് 2 എണ്ണം വീതമൊക്കെ ഒരു ദിവസം പോകണത്. ഞാൻ അകത്ത് കയറിയിട്ട് ഒന്നുകൂടി ശരിക്കും കാണിച്ചു തരാം. ഈ ഒരു ഹോളിൽ കൂടെയൊക്കെ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പലക അതിൽ വെച്ചത്. വേറൊരു പ്രായമായിട്ടുള്ളൊരു കോഴിയുണ്ട്. അത് എപ്പോൾ നോക്കിയാലും നമ്മളിതിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ടെങ്കിലും അതിലേക്ക് ചാടിപ്പോകും. അപ്പോൾ ബാക്കിയുള്ള ഐറ്റങ്ങൾ ചെറുതുങ്ങളും അതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ചാടി പോയിക്കൊണ്ടിരിക്കും. അതാണ് ഞാനതങ്ങനെ അടച്ചു വെച്ചത്. ഇപ്പോൾ പുറത്ത് മറ്റേത് നടക്കുന്നുണ്ട്. പഴയ കുറച്ച് പ്രായമുള്ള കോഴി നടക്കുന്നുണ്ട് പുറത്ത്. കുടിക്കാനായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി മുട്ടയിടാനായിട്ടാണ് അവിടെ ഒരു ട്രേ വെച്ചേക്കണത്. ഇതിപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഇവിടെ ഇറങ്ങുകയാണ്. ആണ് ഞാൻ പെട്ടെന്ന് തന്നെ അടച്ചത്. ഇനിയിപ്പോൾ ഇതെടുത്ത് വയ്ക്കുക. എന്തെന്നുണ്ടെങ്കിൽ ഈ രാത്രിയാകുമ്പോൾ പട്ടികൾ വന്ന് നമ്മളെക്കാളും ബുദ്ധിയുള്ള ഐറ്റംസാണ്. നേരെ വന്ന് ഈ ഡോറൊക്കെ തുറക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഓരോന്നിനായിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പോകും. അവർക്ക് ഒരു ദിവസത്തെ മീലയല്ലോ. അപ്പോൾ അങ്ങനെ ഡോളൊക്കെ അടയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സീനാവും. അത് ചെറിയൊരു ഹോളുണ്ട്, അത് സീനില്ല. ഇതെൻ്റെ ഗപ്പി ഒരു വളർത്തണ ഒരു സംഭവമാണ്. ഇതൊരു ടാങ്കായിരുന്നു. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭാഗം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് അറുത്തിട്ട് ഇങ്ങനെ ആക്കി. കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുന്നാക്കിയതാണ്. ഇപ്പോൾ ഇതിനകത്ത് ആദ്യം കുറച്ച് ഗപ്പീനെ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഗപ്പിയുണ്ട്. ഇപ്പോൾ ഈ പൂപ്പായലിൻ്റെ ഒക്കെ അടിയിൽ പോയി കിടക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും കാണാത്തത്. ഇതിൻ്റെ അടിയിൽ ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്തില്ല അതിനെപ്പറ്റി. പിന്നെ അപ്പുറത്ത് വലിയ ഇത് കെട്ടിക്കണുണ്ടോ, ഇത് മറ്റേ റിസോർട്ടിൻ്റെ സ്വിമ്മിങ് പൂളുണ്ട് അപ്പുറത്ത്. അപ്പോൾ അത്
ആ സൈഡിൽ ഇന്നലെയൊക്കെ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഞാൻ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വിമ്മിംഗ് പൂൾ. ഇതിൻ്റെ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട്സായിട്ടാണ് പോസ്റ്റ് ചെയ്തത്. നമ്മുടെ മുയൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ക്യാബേജിൻ്റെ ഇലയൊക്കെ കൊടുത്തു. എന്നിട്ടിപ്പോൾ അവിടെ ഇരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്ന് കാണാം. വൈകിട്ടൊന്ന് മുയലിന് വേണ്ടിയിട്ട് പുല്ല് എത്തണം. അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ വിശന്ന് ആകെ വലയും എല്ലാവരും ഉണ്ട്. നാലിനപ്പുറത്തും 5 4 ചെറുതും വലിയ അധികം പ്രായമായിട്ടില്ല. മറ്റേ അപ്പുറത്തെ കൂട്ടിലുള്ള ഫുള്ള് പ്രായമായിട്ടുള്ളതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു കള്ളിയിലുള്ളത് മൊത്തം പ്രായമായിട്ടുള്ള മുയലുകളാണ്. ഇതിനകത്ത് 5 ഉണ്ട്. ഒരെണ്ണം മാത്രം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്ത് കാര്യം എന്ന് അറിയില്ല. എല്ലാവരും കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞിരിക്കണം. എന്തോ ഒരു വയ്യായിക പോലെ തോന്നുന്നുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം കഴിഞ്ഞ ദിവസം പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അതിനകത്ത് പൂച്ച വന്നിട്ട് അടിയിൽ നിന്ന് പിടിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇപ്പുറത്തെ കൂട്ടിലുള്ളത് മൊത്തം ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുഞ്ഞുങ്ങളായിട്ട് തന്നെ വളർന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് മുയലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് ജോഗിങ്ങിനൊന്നും പോയില്ല, എക്സസൈസിനൊന്നും പോയില്ല. പക്ഷേ ഞാനിന്ന് ഇവിടെ തന്നെ ഒരു വിറക് കീറൊക്കെ ആയിരുന്നു കാലത്ത്. അപ്പോൾ ഇത് ആട്ടിൻകൂട് ഇപ്പോൾ ഒഴിഞ്ഞ് കിടക്കുന്ന ആടൊന്നുമില്ല. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കൂടാണ്. നല്ല ഒരു പ്ലാറ്റ്ഫോം സൂപ്പറായിട്ട് കിട്ടി. പക്ഷേ ആട് ഇപ്പോൾ ഇല്ല. കൊണ്ടുവരണം, പയ്യനെ കൊണ്ടുവരണം ഓരോന്നിന്. ഇത് ഞാൻ കാലത്തോട്ട് ഞാൻ വിറക് കീറായിരുന്നു. ഇന്ന് ജോഗിങ്ങിനൊന്നും പോകാത്തതുകൊണ്ട് ഫുള്ള് വിറക് കീറലായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കോടാലി ഉണ്ടാക്കിയിട്ടുണ്ട്. മരം വെച്ചിട്ട് കോടാലി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നന്നാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെൽഡ് ചെയ്ത് കൊടുത്തത്. ഇതാകുമ്പോൾ പിന്നെ വലിയ സീനൊന്നുമില്ല. ഊരിയൊന്നും പോകുന്നില്ല. ഒടിഞ്ഞു പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്കിനകത്ത് ഒരു പേടി ഉണ്ടാവും. കാരണം പൊക്കി കഴുകി എങ്ങാനും ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തലയിൽ കുത്തിയിരിക്കും. അപ്പോൾ അതിലും ഭേദമാണല്ലോ ഈ സംഭവം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കയറിയ വിറകണത്. അപ്പോൾ എൻ്റെ ഒരു ഹോബിയാണിത്. വെറുതെ ഇരിക്കുമ്പോൾ വിറകൊക്കെ കയറുക. ഇത് നമ്മുടെ കുരുമുളകിൻ്റെ തൈ ആക്കാൻ വേണ്ടിയിട്ട് തണ്ട് നട്ടതാണ്. പക്ഷേ ഒരു അനക്കമില്ല. 2-3 ആഴ്ചയായി. ഇത് ഞാൻ നട്ട പയർ. ഇത് കുഴപ്പമില്ല, നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങനെ വെള്ളമൊന്നും കിട്ടാണ്ട് ചെടികളിങ്ങനെ വാടി നിൽക്കുകയാണ്. ഇത് ഏലമാണ്. ഏലത്തിൻ്റെ അടിഭാഗത്താണ് ഏലക്കായ ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ നനച്ച് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വാടേണ്ട ഒരു ഇതാകുമ്പോഴേക്കും നനയ്ക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. ഓക്കേ.